കാര്യം ഞാൻ പറയാം. ഈ നിങ്ങളുടെ ഹണിമേടത്തെക്കാളും മുമ്പ് നമ്മളൊരു ബ്ലാക്ക് ബെറി മേടിച്ചിരിക്കണം. അതിലെന്താ സംശയം ഉണ്ടോ റെമോ? ഇപ്പോഴും നമ്മുടെ കടയിൽ കേറുമ്പോ തന്നെ അവിടെ നല്ലൊരു സ്ലാബ് അടിച്ചു വെക്കണം കേട്ടോ. ആ വലിയ ട്രോഫി കൊണ്ടുവന്ന് എനിക്ക് എല്ലാരും കാണുന്ന പോലെ വെക്കാനാ. മോളെ പള്ളി പോയി പറഞ്ഞാ മതി. ഈ ഇടി കൊടുക്കുന്ന കാര്യത്തിൽ എന്റെ അത്ര എക്സ്പീരിയൻസ് ഒന്നും നിനക്കില്ല കേട്ടോ. എടി നീ പറഞ്ഞു വരുന്നത് എന്താന്ന് എനിക്ക് മനസ്സിലായി. ആ പാവം ബേബിച്ച നിന്നെ പേടിച്ചുള്ള ഇടി എല്ലാം മേടിച്ചു കൂട്ടുന്ന അത് ഗുണ്ടായിസാണ്, അല്ലാണ്ട് കരാട്ടയല്ല. അപ്പൊ പിന്നെ ഇപ്പൊ ഞാൻ ഒരുത്തരം മലത്തി അടിച്ചിട്ട് നീ കണ്ടല്ലേ? അപ്പൊ ഞാൻ ഒരുത്തരം ഇവിടെ മലത്തി കടത്തിയ നീ കണ്ടില്ലേ? അത് അടിച്ചു ഇങ്ങനെ മേളിലേക്ക് വിട്ടു. അത് ആർക്കപ്പോ പറ്റാത്ത? ഈ കാല് പൊക്കി ഞാൻ കൈ പൊക്കി, അത്രല്ലേ ഉള്ളൂ. ഇങ്ങനെ വഴക്കുണ്ടാക്കാൻ നിങ്ങളുടെ മാഷ എവിടെ നിന്ന്? ഞങ്ങളുടെ മാഷ് വരും. വെയിറ്റ് ആൻഡ് സീ. അത്രേ ഉള്ളൂ. എന്റെ മാസ്റ്റർ മാത്രം വന്നല്ലേ. എന്റെ മാഷൻ വന്നേ. അയ്യോ കരാട്ടന്റെ റൂൾസ് റെഗുലേഷൻസ് അറിയില്ലേ? അറിയില്ലേ? ഞാൻ ഹുഷ് പറയുമ്പോ തിരിച്ച് ഹുഷ് പറയാത്തെ പൊട്ടാ. ഞാനിപ്പോ തിരിച്ച് ഹുഷ് വെച്ചാ നീ വെറുതെ കെട്ടത്തിന് വണ്ടായിരിക്കും. ഞാൻ ഹുഷ് വെക്കണേ. വേണ്ട, ഹുഷ് വെക്കണ്ട. അപ്പൊ നമുക്ക് പ്രാക്ടീസ് ആരംഭിക്കാം. ഓക്കെ, അപ്പൊ എല്ലാവരും ലൈനപ്പ് നിൽക്കൂ. അതെ, എപ്പോഴെപ്പോഴും ഇങ്ങനെ ഹുഷ് വെക്കണ്ട കേട്ടോ. അത് കേൾക്കുമ്പോ എന്തോ ഒരു പോലെ എപ്പോഴും വേണ്ട കേട്ടോ. ഓക്കെ, റെഡി റെഡി. വിജനം വിജനം മണ്ണിൽ ഇരുളും ഗഗനം തോന്നിയാസോടോ ഇവിടെ കറക്റ്റ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? താൻ്റെ പാട്ട് കൊണ്ടുവന്നാൽ ഞാൻ വിചാരിച്ച മോഹൻലാലിന്റെ ആ സിനിമയിൽ ആ പാട്ട് പാടും, അത് ഞാൻ സപ്പോർട്ട് ചെയ്തതല്ലേ. അല്ല ബേബിച്ച, ഇതാ എന്റെ കരാട്ടെ സാറ്. ബേബിച്ച, ഇതാണ് എന്നെ കരാട്ടെ പഠിപ്പിക്കുന്ന മാഷ്. അങ്ങനെ ചിരിച്ചു തള്ളൊന്നും വേണ്ട. ഒരുപാട് അടവറിയാവുന്ന ടീമായത്. കാന്താരി ശകലം മതി, എരിഞ്ഞങ്ങ് കീറും. ഇത്രയുള്ള ചെറുക്കനാണോ ഇത്രയും വലിയ കരാട്ട എന്ന് പറഞ്ഞ സാധനം പഠിപ്പിക്കുന്നത്?